ഹായ് ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 എന്നിവയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇതിന് അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പറക്കിയ ഒരു സംശയമുണ്ട്. അതിനുള്ള ഉത്തരവുമായിട്ടാണ്. പ്രധാനമായിട്ടും അതിനകത്ത് ഹയർ ചെയ്ത് വന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ശരിക്കും അവർക്കും ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റും. അത് ഏതിനൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോവുക. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് 10ാം ക്ലാസ്സിന് ശേഷം ITI മേഖലയിൽ നിന്ന് യോഗ്യതയുള്ളവര്, +2 സയൻസിൽ മാത്സും ഫിസിക്സും എടുത്തിട്ടുള്ളവര്, ഇനിയും BSc ഡിഗ്രി ഉള്ളവര്, ഇവരാരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ നോക്കണം. അതിൽ തന്നെ ചില പ്രത്യേക മേഖലയിലെ ചില ഡെഡിക്കേറ്റഡ് പോസ്റ്റുകൾക്ക് ചില ഡെഡിക്കേറ്റഡ് യോഗ്യതകൾ തന്നെ വേണം. അത് മനസ്സിലാക്കി വേണം നമുക്ക് അപേക്ഷിക്കുവാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഡിഗ്രി ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് BSc ഡിഗ്രി നിങ്ങൾ നേടിയിരിക്കണം. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് സയൻസിൽ തന്നെ നേടിയതായിരിക്കണം. ഒപ്പം തന്നെ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മിനിമം യോഗ്യത എന്ന് പറഞ്ഞാൽ 3 ഇയർ ഡിപ്ലോമയാണ്. പിന്നെ BSc, അതായത് സയൻസ് വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് BSc ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉള്ളവർക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദമുള്ളവർക്ക്, ഇൻസ്ട്രുമെന്റേഷൻ മുതലായ മേഖലകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ വ്യത്യസ്ത സ്ട്രീമുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത സ്ട്രീമുകളിൽ നിങ്ങൾക്ക് എന്തുണ്ട്, BSc ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു ആക്യുറേറ്റ് സബ്ജക്റ്റ് അല്ല, മറിച്ച് നിങ്ങൾക്ക് BSc ഡിഗ്രി ഉള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലൈഡ് മേഖലയിൽ നിന്നാണ് എങ്കിലും, അലൈഡ് മേഖലയിലാണ് നിങ്ങളുടെ ഡിപ്ലോമ എങ്കിലും, അലൈഡ് മേഖലയിൽ നിന്നാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ BSc ഡിഗ്രിയാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. അതായത് ഓർത്തിരിക്കുക, ഇവിടെ ഏതിനാണ്, ഗ്രേഡ് 1 നമ്മൾ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. ഗ്രേഡ് 1 അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു പോസ്റ്റ് കുറച്ചും കൂടി ഉയർന്നതാണ്, സാലറി ലെവലും കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറെ അധികം സ്ട്രീമുകളുണ്ട്. അതിൽ ആദ്യമായിട്ട് ട്രാക്ക് മെഷീൻ, ഡീസൽ മെക്കാനിക്കല്, ദെൻ ബ്ലാക്ക് സ്മിത്ത്, ഡീസൽ ഇലക്ട്രിക്കല്, ദെൻ റിവറേറ്റർ, പെയിന്റർ, ഇതൊക്കെ വർക്ക്ഷോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ട്. ഇനി ഡീസൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് PU and WS എന്ന് പറയുന്നത്, ബ്രിഡ്ജ്, ട്രിമ്മർ, ഇത് വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇലക്ട്രിക്കല്, ഫിറ്റർ, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, പവർ ആൻഡ് ടൂൾസ്, ദെൻ വാഗൺ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇലക്ട്രിക്കൽ, ഡീസൽ ഇലക്ട്രിക്കൽ, വെൽഡർ ഇൻ OL, വെൽഡർ PU, മെഷീനിസ്റ്റ് വർക്ക്ഷോപ്പ്, ഇൻ സിഗ്നലിന്റെ S&D, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കാർപ്പൻറ്റർ, ഫിറ്റർ, മിൽറൈറ്റ് മുതലായ മേഖലകളിലാണ് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമുക്ക് വരുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത്, ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ ഡിഗ്രി, അതായത് 10ാം ക്ലാസ് പാസ്സായ ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ്, അതായത് 2 വർഷത്തിൽ കുറയാത്ത ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മേഖലയിലേക്കൊക്കെ അപേക്ഷിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്താണ്, നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായ ശേഷം നേടിയിരിക്കുന്ന ITI ആണ്. ഇനി +2 പാസ്സായ ശേഷം നിങ്ങൾ ITIക്ക് പോയാലും നിങ്ങൾക്ക് അടിസ്ഥാന യോഗ്യതയായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ എന്തുണ്ടായിരിക്കണം, അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ITI എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന്റെ ഒരു സർട്ടിഫിക്കറ്റ് 2 വർഷത്തിൽ കുറയാത്ത നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റുകളിലൊക്കെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ഇത് എടുത്തു പറയാൻ കാരണം, നമുക്ക് അടുത്തൊരു പോസ്റ്റ് ഉണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ തന്നെ S&D എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വിങ് ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ നിർദ്ദിഷ്ട യോഗ്യതയ്ക്കൊപ്പം തന്നെ ഒരു യോഗ്യത കൂടി അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ ITI കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു റിലേറ്റഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ഒരു ITI ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം
+2 അല്ലെങ്കിൽ VHSCക്ക് ഇതുപോലൊരു ഹയർ എഡ്യൂക്കേഷൻ 10ന് ശേഷം നടത്തിയ ഹയർ എഡ്യൂക്കേഷന് മാത്സും ഫിസിക്സും ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Dയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ മുമ്പിൽ 3 പോസ്റ്റുകളാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്. ഇത് ആദ്യത്തെ പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് ബിരുദം വേണം, BSc ഡിഗ്രി വേണം. BSc ഡിഗ്രിയിൽ തന്നെ ഏതെങ്കിലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്കാണ് BSc ഡിഗ്രി വരുന്നത്. ഈ BSc ഡിഗ്രി കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്, നിങ്ങൾക്ക് BSc ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ, BSc ഡിഗ്രി അല്ല നിങ്ങൾക്ക് ഉള്ളത് 3 ഇയർ ഡിപ്ലോമയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട BTech പോലുള്ള അല്ലെങ്കിൽ BE പോലുള്ള ബിരുദമുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ എത്ര ഉയർന്ന യോഗ്യതയുണ്ടോ അതിലൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&D ഒഴികെ എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് എന്ത് വേണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്കൊരു 2 വർഷത്തിൽ കുറയാത്ത ഒരു ട്രേഡ്, അതായത് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് NCVT അല്ലെങ്കിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&D എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ ഈ NCVT സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് സയൻസ് വിഷയത്തിൽ മാത്സും ഫിസിക്സും പഠിച്ച ഒരു +2 യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ യോഗ്യത. ഇനി ഇതിന്റെ പ്രായപരിധി ഒന്ന് പറയാം. ഇതിനകത്ത് ഗ്രേഡ് 3 അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് 30 വയസ്സും ഗ്രേഡ് 1 അപേക്ഷിക്കുവാൻ 33 വയസ്സുമാണ് റെയിൽവേ നൽകിയിരിക്കുന്ന പ്രായപരിധി. ഈ പ്രായപരിധിക്ക് ചെറിയ മാറ്റങ്ങൾ, അതായത് OBCക്കാർക്കും SC/ST വിഭാഗത്തിനും നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ്. ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പ്രായവും അതിന്റെ പ്രായപരിധികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണാമെങ്കിൽ കൃത്യമായിട്ട് ഇതിന് ധാരണ കിട്ടും. ഇവിടെ നമ്മൾ ക്വാളിഫിക്കേഷൻ മാത്രമാണ് പറയുന്നതുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. ഇനി പറയുവാനുള്ളത് പഠനത്തെ പറ്റിയാണ്. നമുക്കറിയാം ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒരു ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് കമ്പ്യൂട്ടർ മേഖലയിൽ നിന്നും ഇലക്ട്രോണിക് മേഖലയിൽ നിന്നും ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. മാത്രവുമല്ല +2 സയൻസ് എടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ നിങ്ങൾ BSc ബിരുദമുള്ളവരും അല്ലെങ്കിൽ BTech ബിരുദമുള്ളവർക്കും ഒക്കെ ഈ ഒരു റെയിൽവേയിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക. നന്നായിട്ട് അപേക്ഷിച്ച് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. പഠിച്ച് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പണ്ടത്തെ പോലെയുള്ള റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെന്റുകൾ എല്ലാ വർഷവും നടക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും റെയിൽവേ റിക്രൂട്ട് ചെയ്യുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളാണ് നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത ലൈവ് + റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നിങ്ങൾക്ക് ലൈവായിട്ടും ഒപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടുമാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകളിൽ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുണ്ട്. അതിൽ തന്നെ മൊഡ്യൂൾഡ് ബേസ്ഡ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇനി ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അങ്ങനെ നിരവധി ടെസ്റ്റ് സീരീസുകൾ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതിയായ സമയം കൊണ്ട് തന്നെ സിലബസ് മുഴുവൻ തീർത്ത് കൃത്യമായ ധാരണയിൽ എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് ഉയർന്ന റാങ്കോടുകൂടി സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. കഴിഞ്ഞ 6 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നിരവധി ടെക്നിക്കൽ കോമ്പറ്റീവ് എക്സാമിനേഷനുകളിൽ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കും ഈ വിജയം നമുക്ക് ഒരുമിച്ച് ആവർത്തിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.